ഹലോ കൂട്ടുകാരെ, ഇത് നമ്മളെ സെക്കൻഡ് വീഡിയോ ആണ് തായ്ലാൻഡിൽ. സോ നമ്മൾ ഇപ്പോൾ പോകേണ്ടത് ബാങ്കോക്ക് ഒരു നല്ല ഹോട്ടലിലാണ്. സോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ എല്ലാം ഉണ്ട്. ക്രോസോൺ ഉണ്ട്, ചീസ് ഉണ്ട്, പാസ്ത ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, റൈസ് ഉണ്ട്. പിന്നെ ഇത് ചിക്കൻ സോസേജ് ആണ് കേട്ടോ. സോ യെസ്, പിന്നെ കുഞ്ഞു കഴിക്കാൻ വേണ്ടി അവർ നല്ല ചെയർ തന്നിട്ടുണ്ട്. സോ കുഞ്ഞു ഇതിൽ ഇരുന്നിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ബാഗിലേക്ക് കീഴിൽ പോയി കാണാം. നമ്മളിപ്പോ റെഡി ആയിട്ട് സഫാരി വെള്ളങ്ങൾ പോകുന്നത്. ഇതാണ് എന്റെ ഹോസ്റ്റലിൽ ഡ്രസ്സ്, ഇതെന്റെ സിസ്റ്ററിന്റെ ഡ്രസ്സ്, ഇതെന്റെ മോളെ ഡ്രസ്സ്, ഉമ്മ ഡ്രസ്സ് നോക്കില്ല. നമ്മളിപ്പോ ടാക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇവിടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലി സ്പെഷ്യലി സോ കഴിഞ്ഞത്ര നിങ്ങൾ ടാക്സിയാണ് പോയത് നല്ലത്. ഇവിടെ കുറച്ച് ആപ്സ് ഉണ്ട്, ലൈക് ഗ്രാബ് ആപ്പ്. നമ്മൾ അധികം കാർ നമ്മൾ ബുക്ക് ആക്കിയത് ഗ്രാബ് ആപ്പിലാണ്. സോ നിങ്ങൾക്ക് ആ വാട്ടിലൂടെ കറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് ഗ്രാബ്. അത് നല്ല ചീപ്പായിട്ട് നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ, നോട്ട് ചീപ്പ്, അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കാർ കിട്ടുന്നു. പിന്നെ ഈസി അവൈലബിൾ, ലൈക്ക് ഫോൺ വിളിച്ച് 10 മിനിറ്റിൽ നിങ്ങൾ ഹോട്ടലിന് മുമ്പിൽ നിങ്ങൾക്ക് കാർ കിട്ടും. പിന്നെ ഇവിടുത്തെ ഡ്രൈവർ നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം, എന്തെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ അവർ തരും. കുറച്ച് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാണ്, പക്ഷെ ഗൂഗിൾ ഉണ്ടല്ലോ. സോ ഗൂഗിൾ ഇത് എന്താ ഗൂഗിൾ കിട്ടുമ്പോൾ ഓക്കെ, ഗൂഗിൾ ട്രാൻസ്ലേഷൻ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അവരെന്ത് പറഞ്ഞില്ല. സോ യെസ്, ഐ ആം എക്സൈറ്റഡ്. ഈ ഫുള്ള് റോഡ് ജേർണിയിൽ എൻ്റെ ഉമ്മ അധികം നോക്കിയത് ബിൽഡിങ്സ് ആണ് കേട്ടോ. ഉമ്മ പറയുന്നത് ഇവിടെ നോക്ക്, അവിടെ നോക്ക്, ഇവിടെ നോക്ക്, അവിടെ നോക്ക്, അത്ര നല്ല നല്ല ബിൽഡിങ്സ്. കാരണം നോർമലി നമുക്ക് ഇന്ത്യയിൽ നല്ല നല്ല, സ്പെഷ്യലി ഗോവയിൽ നമുക്ക് ഇത്ര വലിയ ബിൽഡിംഗ് ഒന്നും കാണാറില്ല. സോ എൻ്റെ ഉമ്മ അധികം എക്സൈറ്റഡ് ആണ് ഈ എല്ലാ ബിൽഡിങ്ങെല്ലാം കാണാൻ. സോ നമ്മ ഇപ്പോൾ ഉള്ളത് സഫാരി വേൾഡിലാണ്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടിക്കറ്റിൽ എടുക്കേണ്ടി വരുന്നു. ടിക്കറ്റ് റൂട്ട് മാപ്പാണ്. ഇവിടെ ഒരു ഈ റൂട്ട് മാപ്പിന്റെ സോ ഇത് നമ്മുടെ മാപ്പാണ്. ഈ മാപ്പിൻ്റെ ത്രൂ നമ്മൾ ഫുള്ള് കറങ്ങും. ആൻഡ് വി ആർ ലൈക്ക് ലിറ്ററലി എക്സൈറ്റഡ്. കാരണം ഇതിനെ പറ്റി നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, കുറേ വീഡിയോ നോക്കി, കുറേ റീസെർച്ച് എല്ലാം ചെയ്ത് അതിനുശേഷം ഒരു ഫാമിലിക്ക് പറ്റിയൊരു നല്ല സ്ഥലമാണ് ഇത്. ഇവിടെ കാണാൻ പറ്റിയ അനിമൽസ്, ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് ബിലീവ് ആയില്ല. പിന്നെ ഈ കുതിര ഉണ്ടല്ലോ, എൻ്റെ മോള് ഒബ്സസ്ഡ് ആയി. എത്രയാണ് ആ കുതിര മോള് തൊട്ടറിയോ. പിന്നെ ഫിഷ്, ഓ മൈ ഗോഡ്, വെറൈറ്റി ഓഫ് ഫിഷ്. കാണാത്ത പോലത്തെ എത്ര ഫിഷ് ഉണ്ടായിരുന്നു, വലുത് ചെറുത് പറയാൻ പറ്റാത്ത പോലത്തെ ഫിഷ്. സോ ഇറ്റ് വാസ് സോ അമേസിങ് ടു സീ ഓൾ ദിസ് ക്രിയേച്ചർ. ഇറ്റ് വാസ് സോ അമേസിങ്. ഈ സഫാരി വേൾഡിൽ അമേസിങ് പാർട്ടായിരുന്നു ഈ ഷോസ്. അവിടെ മങ്കി ഷോ ഉണ്ടായിനി, എലിഫൻറ്റ് ഷോ ഉണ്ടായിനി, ഡോൾഫിൻ ഷോ ഉണ്ടായിനി, സീ ലയൺ ഷോസ് ഉണ്ടായിനി. നമ്മൾ എല്ലാ ഷോ കണ്ട്. സ്പെഷ്യലി മങ്കി ഷോ ആണ് ഏറ്റവും കോമഡി ഉണ്ടായത്. ആ മങ്കി ഫൈറ്റ് ചെയ്യുന്നു, നഴ്സ് പാഞ്ഞുകൊണ്ട് വരുന്നത്, ഓ മൈ ഗോഡ്, സോ അമേസിങ്. അതിനുശേഷം നമ്മൾ കണ്ടു എലിഫൻറ്റ് ഷോ. എന്താ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പെണ്ണൊക്കെ ഡാൻസ് കളിച്ചു. ഇതാണ് തായ് ഡാൻസ്. ആ ആന ഒന്നിൻ്റെ മുകളിൽ ഒന്ന് നിൽക്കുന്നു, സല്യൂട്ട് ചെയ്യുന്നു. ഞാൻ പോലും ഇതെല്ലാം ടി വിയിൽ കണ്ടത് മാത്രം. പക്ഷെ ഇവിടെ സാക്ഷാത് നമ്മളെ മുമ്പിൽ ഇതെല്ലാം ചെയ്തു നിൽക്കുമ്പോൾ പിന്നെ എൻ്റെ കുഞ്ഞി ഉമ്മാൻ്റെ സിസ്റ്റർ, വി ഓൾ വർ എൻജോയിങ്. കാരണം ഇത് നോർമൽ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഫ്രണ്ട് സീറ്റിലായിരുന്നു കേട്ടോ. കാരണം അവർ പറഞ്ഞിട്ടുണ്ടേ ഫ്രണ്ട് സീറ്റിലിരുന്നവർക്ക് വെള്ളം അവർ ഇതാക്കുമെന്ന്. വി ഡിഡൻറ്റ് മൈൻഡ്, വി വർ ലൈക്ക് നമുക്ക് കാണണം. കാര്യം കുഞ്ഞിനായിട്ട് ജാസ്തി എക്സൈറ്റഡ് ഞാനായിരുന്നു. ഞാൻ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളരുത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ എലിഫൻറ്റിൽ നല്ലൊരു പെയിൻറ്റിങ് കൂടി ചെയ്തിട്ടുണ്ട്. ബിലീവ് ഇറ്റ്, നല്ല ഞങ്ങൾക്ക് ഇത്ര വയസ്സായിട്ട് ഞങ്ങൾക്ക് നല്ല പെയിൻറ്റിങ് ചെയ്യാൻ അറിയില്ല. പക്ഷേ ഇവിടെ എടുത്തിട്ട് ആന എത്ര നല്ല പെയിൻറ്റിങ് ചെയ്ത്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ കാണണമായിരുന്നു. എത്ര ആൾക്കാർ മക്കളെ, എത്ര ആൾക്കാരാണ് ഇതിൽ കാണാൻ വരുന്നത്. എവറി ഡേ ബേസിസ് ഇവിടെ ആൾക്കാർ വരുന്നത്. സോ ഐ തിങ്ക് ദിസ് വാസ് ദി ബെസ്റ്റ് ഡിസിഷൻ നമ്മൾ എടുത്തത്. നമുക്ക് സഫാരി വേൾഡിൽ വേണം. സോ നിങ്ങൾ കൂടി ബാങ്കോക്കിൽ വരുന്നുണ്ടെങ്കിൽ സഫാരി വേൾഡിൽ എന്തായിട്ട് പോകണം കേട്ടോ. പിന്നെ ഈ സഫാരി വേൾഡ് ചെറുതൊന്നുമല്ല, കുറേ വലുതാണ്. ഇവിടെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. സോ ഇവിടെ ആ മുട്ടയെന്ന് ഒരു പക്ഷി എങ്ങനെ തയ്യാറാന്ന് അത് ഫുള്ള് കാട്ടിച്ചിന്. എൻ്റെ ബേബിനെ കണ്ടോ അവിടെ, ആ പക്ഷിനെ കണ്ടിട്ട് തന്നെ അവള് ഫുള്ള് പ്രാന്തായിട്ടുണ്ടാവും. പിന്നെ പുറത്ത് പോയെങ്കിൽ ഡിഫറെൻറ്റ് സീ ക്രിയേച്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. ഡിഫറെൻറ്റ് ഈവൻ അനിമൽസ് ലൈക്ക് ലെപ്പേർഡ്, ലയൺ, ടൈഗർ, പാരറ്റ്സ്, camel, എന്ത് ഇല്ലാതെ പറയാൻ കഴിയില്ല, എല്ലാം ഉണ്ട്.
Thank you. Oh, the koi? Sea lion. Konta? ഇവിടെ കാണാൻ പറ്റിയ ഓരോ അനിമൽസ് എന്ത് പാങ്ങുണ്ടറിയോ, നമ്മളവിടെ ഇങ്ങനെ എങ്ങനെ വന്നിട്ടുണ്ട്, ലൈക്ക് റിയലി നൈസ്. എൻ്റെ കുട്ടി, എൻ്റെ മോള് അധികം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുമ്പോൾ വിളിക്കുന്നു ഉച്ചയായി. പിന്നെ ഇവിടെ നല്ല ദാഹിക്കുന്നു, നല്ല വിശക്കുന്നു. സോ എല്ലാം നമുക്ക് അകത്തന്നെ വേങ്ങേണ്ടി വരും, പുറത്ത് നമ്മൾ എന്തോ കൊണ്ടുവരാം. ഇത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കുറേ വെറൈറ്റി ഉണ്ട്. സോ എന്ത് വേണം അത് നമുക്ക് വാങ്ങാം. ഏത് പ്രൈസിൽ വേണം കൂടി നമുക്കുണ്ട്. ഇതാ ഫ്രഷ് ആക്കി തരുന്നതാണ്. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമില്ല. പുകഴ്ത്തി പറയല്ല, പക്ഷെ ഇവിടെ എല്ലാ കാര്യം സിസ്റ്റമാറ്റിക്കലി ഉണ്ട്. ഇരിക്കാൻ സ്ഥലം, കുപ്പനൊരു സ്ഥലം, ലൈക്ക് എവറിത്തിങ് ഈസ് വെരി സിസ്റ്റമാറ്റിക്. അതാണ് ഞങ്ങൾക്ക് തായ്ലൻഡിൽ ജാസ്തി ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഇവിടെ എല്ലാ സ്ഥലത്തും കിട്ടും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഇതാണ് നമ്മുടെ ഐറ്റം. ഇന്ന് ഇത് ബിരിയാണി റൈസ്, പിന്നെ ചിക്കൻ, പിന്നെ ഇത് അമേരിക്കൻ പ്ലേറ്റ് ഫുള്ള് ചിക്കനാണ്. സോസേജ്, ചിക്കൻ ഫ്രൈ ആൻഡ് എവറിത്തിങ്. സോ നമുക്ക് വിശന്നിട്ട് കഴിയാം. ഓക്കെ, കഴിക്കാം. മമ്മ മമ്മ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ. ഇതാണ് അവിടെ ഉണ്ടത്. സോ ഉമ്മ, ഇത് പിന്നെ ഫുള്ള് സെൽഫി തന്നെയാ. ഫുൾ ടൈം സെൽഫി, ഫുൾ ടൈം വീഡിയോ അല്ലേ ഉമ്മ? കണ്ട മക്കളെ, ക്രോക്കഡൈൽ എത്ര ഉണ്ട് ഇതുപോലെ. ഇതാ അങ്ങോട്ടുണ്ട്. ഇതാ ഫുള്ള് ഉറങ്ങാ. മസ്ത് മസ്ത് ഉമ്മ. എന്റെ ലൈഫിലല്ലേ ഒന്നാകെ ഇത്ര ക്രോക്കഡൈലെല്ലാം കണ്ടിട്ട. അത് എല്ലാ ക്രോക്കഡൈലും അധികം ഉറങ്ങുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, നടക്കുന്നുണ്ട്. അത് ശരിക്കും എനിക്കറിയില്ല. കൊള്ളുന്നുണ്ട്. ഒന്നാട് വെള്ളത്തിലുണ്ട് കേട്ടോ. ഞാൻ സത്യം പറയട്ടോ, ഇത് ഈ സഫാരി വേൾഡ് നിങ്ങൾ മാത്രം ബാങ്കോക്കിൽ വെക്കുന്നത് എന്തായെങ്കിലും ചെയ്യണം. കാരണം ദിസ് ഈസ് റിയലി വർത്ത് ഇറ്റ്. എല്ലാ മൃഗം നിങ്ങൾ കാണാം, നല്ല പാങ്ങനെ കാണാം. ഇതില്ല കൺജസ്റ്റഡ് നിൽക്കണം അങ്ങനെയൊന്നുമില്ല. നല്ല പാങ്ങളെ ആസ്വദിച്ചിട്ട് നല്ല സമയം എടുത്തിട്ട് നിങ്ങൾക്കിത് കാണാം. അപ്പം നമ്മളല്ലേ ടി വിയിൽ മാത്രം ഡോൾഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കണ്ണിന് മുമ്പിൽ ഇത്ര അടുത്ത് നമ്മൾ എല്ലാ സീറ്റും മുമ്പിൽ തന്നെ ഇരുന്ന് വേഗം പോയിട്ട് മുമ്പിലത്തെ സീറ്റാണ് പിടിച്ചത്. ഈ വെയിലത്ത് കൂടി നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് രസം. ഈ ഡോൾഫിനെ ഇത്ര മുമ്പ് അതിൻ്റെ വെള്ളം കൂടി നമ്മൾ മേക്ക് ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു. എത്ര ജനങ്ങളാണ് ഇത് നോക്കാൻ വന്നത്. പിന്നെ എല്ലാം നല്ല അമേസിങ് കേട്ടോ. അത് നല്ല നല്ല കളി കളിക്കുന്നു, ബോൾ പിടിക്കുന്നു, അത് ഇതാക്കുന്നത്, ലൈക്ക് വെരി നൈസ്. അതിനുശേഷം നമ്മൾ സീ ലയൻ്റെ കൂടി കാണാൻ പോയി. ഇത് പിന്നെ അതൊരു എത്ര നടന്നൊരു ഇത് ഈ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്, ബിക്കോസ് നമ്മൾ സമയം നമുക്ക് വേഗമായിപ്പോയി. പായനി ഇത് തീർന്നിട്ട് പിന്നെ നമ്മൾ എങ്ങനെയല്ലോ എത്തി. പക്ഷെ വർത്തിട്ടായിരുന്നു, ലൈക്ക് എത്ര പായനോ എന്ത് പ്രശ്നം വർത്തിട്ടായിരുന്നു. എന്താ മക്കൾ ഇത് ഒരു ഗെയിംസ് കാണാൻ തന്നെ ഒരു കണ്ണൊക്കെ ആസ്വാദം ഉണ്ടായിരുന്നു. സോ യെസ്, ഐ തിങ്ക് ദിസ് ഈസ് ദി most beautiful journey that we had like a family. We all were enjoying. Everybody was like wow, എന്താ ഇത് ഇനി വേണം. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ബേസിക് അനിമൽസ് എല്ലാം കണ്ടു. കങ്കാരു ഉണ്ടായിനി, ക്യാമൽസ് ഉണ്ടായിനി. പിന്നെ എൻ്റെ ബെസ്റ്റ് പാട്ട് പറയട്ടോ, ഫിഷ്. കളർഫുള്ളായിട്ട് ഫിഷ്. എത്ര ഫിഷ് നോക്ക്. ഞാൻ എൻ്റെ കുഞ്ഞി നോക്കിക്കൊണ്ട് നിന്ന് പോയി. ഞാൻ ഇങ്ങനത്തെ ഫിഷിനെ കണ്ടിന്, പക്ഷെ ഇത്ര ഫിഷ് ഒന്നാകെ കണ്ടില്ല. ദി ബെസ്റ്റ്. പിന്നെ അതിനുശേഷം നമ്മൾ മണി എക്സ്ചേഞ്ച് ആക്കി, ബിക്കോസ് വി തോട്ട് വി ഷുഡ് ബി നീഡിങ് മോർ. ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ടായിന്. സോ ആ ബുദ്ധ ടെമ്പിളും നമ്മൾ പോയി. സോ ദിസ് ഇസ് അവർ ജേർണി ടിൽ ടുഡേ. സോ ബൈ.